ഹായ് ഹലോ വെൽക്കം ടു മാനസീസ് മാത്സ് സൊല്യൂഷൻ. ഇന്ന് നമ്മൾ മെഷർ തിയറിയുടെ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്റർ 4 ദ ഇൻ്റഗ്രൽ. സോ നമ്മൾ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യും. പെർട്ടിക്കുലർ ഫങ്ഷൻസിനാണ് ഡിഫൈൻ ചെയ്യുന്നത്. എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ജനറൽ ഫങ്ഷൻസിലോട്ട് വരും. ഓക്കെ, സോ ഇനി ഈ ഒരു ടെക്സ്റ്റിൽ നമ്മൾ ത്രൂ ഔട്ട് എന്താണ് ഒരു മെഷർ സ്പേസ് എക്സ് ബാർ mu കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദ സെറ്റ് ഓഫ് ഓൾ മെഷറബിൾ ഫങ്ഷൻസ് റിയൽ വാല്യൂഡ് എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസിൻ്റെ കളക്ഷന് നമ്മൾ എം ഓഫ് എക്സ് ബാർ എന്നായിരുന്നു ഡിനോട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഈ എം ഓഫ് എക്സ് ബാറിനെ ജസ്റ്റ് എം എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എം എന്താണ്? which is the set of all measurable functions. എങ്ങനത്തെ ജസ്റ്റ് മെഷറബിൾ ഫങ്ഷൻ അല്ല, എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് മെഷറബിൾ ഫങ്ഷൻസ് ഡിഫൈൻഡ് ഓൺ എക്സ്. അതായത് which is the set of all measurable functions f from x to r bar. r bar എന്താണ്? എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് സിസ്റ്റം. ഓക്കെ, ആൻഡ് ഇതിൽ തന്നെ നമ്മളിപ്പോൾ സെറ്റ് ഓഫ് ഓൾ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷൻസിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുമെന്ന് വെച്ചാൽ എം പ്ലസ് ഓഫ് എക്സ് ബാർ എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഇതെന്താണ്? ദ സെറ്റ് ഓഫ് ഓൾ നോൺ നെഗറ്റീവ് എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് മെഷറബിൾ ഫങ്ഷൻസ്. ഓക്കെ, ഓർ ജസ്റ്റ് എം പ്ലസ് വെച്ചിട്ടും ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾക്ക് സിമ്പിൾ ഫങ്ഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. എന്താണ് സിമ്പിൾ ഫങ്ഷൻ? അപ്പോൾ സിമ്പിൾ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ എ റിയൽ വാല്യൂഡ് ഫങ്ഷൻ ഈസ് സിമ്പിൾ. ഇപ്പോൾ ഒരു റിയൽ വാല്യൂഡ് നോട്ട് ചെയ്യുക, എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് എന്ന് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് റിയൽ വാല്യൂഡ് ഫങ്ഷൻ. അപ്പോൾ ഈ റിയൽ വാല്യൂഡ് ഫങ്ഷൻ ഈസ് സിമ്പിൾ എപ്പോഴാണ്? ഇഫ് ഇറ്റ് ഹാസ് ഓൺലി എ ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. എന്താണ്? ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഫങ്ഷന് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ ആ ഫങ്ഷനെ നമ്മൾ സിമ്പിൾ ഫങ്ഷൻ എന്ന് പറയും. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ കൺസിഡർ ദ മാപ്പ് phi from r to r defined by phi of x is equal to -1 if x belongs to -infinity 0 and 0 if x is equal to 0 and 1 if x belongs to open 0 infinity. അതായത് ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടായിരിക്കും? -∞ മുതൽ 0 വരെ എന്താണ് വാല്യൂ? -1 ആണ് വരുന്നത്. ഇപ്പോൾ -1 എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെ വന്നിട്ട് ഇതിപ്പോൾ -1 0 1 എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നെഗറ്റീവ് റിയൽ ലൈനിൽ ഫങ്ഷൻ വാല്യൂ മൊത്തത്തിൽ എന്താണ്? -1 ആണ് വരുന്നത്. അതപ്പോൾ ഈ ലൈന് വരും. 0 ആവുന്നേരം നമ്മൾക്ക് എന്താണ് വാല്യൂ? -1 അല്ലല്ലോ. അപ്പോൾ അവിടെ എന്താണ് വാല്യൂ? 0 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഡാർക്ക് ഡോട്ട് ഇട്ടു അവിടെ ആ സെൻറ്ററിൽ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? phi of x is equal to 1 for x belongs to 0 infinity എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഇവിടെ 1 വാല്യൂ എടുക്കുന്നില്ല, പക്ഷേ അതിന് ശേഷമുള്ള എല്ലാത്തിനും 1 വാല്യൂ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഹോള് അല്ലെങ്കിൽ ഒരു സർക്കിൾ മാർക്ക് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ. അപ്പോൾ ഇതാണ് ഞാനിവിടെ മെൻഷൻ ചെയ്ത ഫങ്ഷൻ്റെ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഈ ഫങ്ഷൻ സിമ്പിളാണോ? അതേ. കാരണം എന്താണ്? ഇതിൻ്റെ വാല്യൂസ് ഏതാണ്? ഫൈനൈറ്റ് നമ്പറേ വരുന്നുള്ളൂ. 3 വാല്യൂസ് ഈ ഫങ്ഷന് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഫങ്ഷൻ സിമ്പിൾ ഫങ്ഷനാണ്. ഇനി നമ്മളുടെ സ്റ്റെപ്പ് ഫങ്ഷൻ വരത്തില്ലേ? സ്റ്റെപ്പ് ഫങ്ഷൻ മൊത്തത്തിൽ കൺസിഡർ ചെയ്യരുത്. അതായത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഡിറിച്ലെറ്റ്സ് ഫങ്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഇപ്പോൾ phi of x is equal to 1 if x belongs to e and 0 if x does not belongs to e. അപ്പോൾ ഞാൻ ഇങ്ങനൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എന്ന് പറയുന്നത് ജസ്റ്റ് സബ്സെറ്റ് എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഈ ഫങ്ഷൻ എന്താണ്? സിമ്പിൾ ഫങ്ഷനാണ്. ഇനി ഞാൻ 1ന് പകരം വേറൊരു നമ്പർ 2 കൊടുത്തു എന്ന് കരുതുക, 0ന് പകരം ഞാൻ ഏതാ നമ്പർ 5 കൊടുത്തു എന്ന് കരുതുക. ഇങ്ങനെ ഏത് നമ്പർ വേണമെങ്കിലും മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ്? സിമ്പിൾ ഫങ്ഷനാണ്. കോൺസ്റ്റൻറ്റ് ഫങ്ഷൻസ് എല്ലാം സിമ്പിളാണ്.
കാരണം എന്താ, ഒരേ ഒരു വാല്യൂ വരുന്നുള്ളൂ. അങ്ങനെ ഇത്തരത്തിലൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ എന്ത് പറയും? സിമ്പിൾ ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, ഇനി ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷന് ഞാൻ if we take e1 is equal to the set of all x belongs to R such that phi of x is equal to 1. എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്? phi of x equal to 1 വരുന്ന എല്ലാ എക്സുകളുടെയും കളക്ഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ phi of x equal to -1 ആണ്, ഞാനത് നോട്ട് ചെയ്യാൻ വിട്ടുപോയി. -1. അപ്പോൾ -1 മാപ്പ് ചെയ്യുന്ന പോയിൻറ്റ്സ് ഏതാണ്? -∞, 0 എല്ലാ പോയിൻറ്റ്സും -1 മാപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇത് മാത്രമേ ഉള്ളൂ -1 മാപ്പ് ചെയ്യുന്ന പോയിൻറ്റ്സും. അപ്പോൾ ദിസ് e1 ഈക്വൽ ടു -∞, 0 എന്ന് വന്നു. നെക്സ്റ്റ് e2 ഞാൻ എന്ത് ചൂസ് ചെയ്യുന്നു വെച്ചാൽ ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് phi of x ഈക്വൽ ടു 0. 0 മാപ്പ് ചെയ്യുന്ന പോയിൻ്റ് ഏതേ ഉള്ളൂ? 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ e2 ഈക്വൽ ടു സിംഗിൾട്ടൺ 0. ഇനി e3 എന്ന് പറഞ്ഞാൽ ഇതുപോലെ 1 മാപ്പ് ചെയ്യുന്ന എല്ലാ പോയിൻറ്റ്സിൻ്റെയും കളക്ഷൻ. അതെന്താണ്? ഓപ്പൺ 0, ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഞാൻ e1ഉം e2ഉം e3യും കിട്ടിയല്ലോ. ഇനി ഈ e1ഉം e2, e3യും വെച്ചിട്ട് നോക്കിക്കേ, ഞാൻ phi of x ഈക്വൽ ടു എന്ന് എഴുതിയില്ല. ഓക്കെ, ഞാനിതാ chi e1 of x, chi e2 of x, chi en of x കൺസിഡർ ചെയ്തു. ഇതിൻ്റെ സമ്മേഷൻ എടുത്തു. ഒരു കറക്ഷൻ ഉണ്ട്, ഇവിടെ നിങ്ങോട്ട് ഞാനൊന്ന് കറക്റ്റ് ചെയ്യാം. എവിടെ വരെ എന്ന് വെച്ചാൽ ഇവിടെ വരെ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഡിഫൈൻ ചെയ്തിരുന്ന ഫംഗ്ഷൻ e1, e2, e3 കൺസിഡർ ചെയ്തു. chi e1, chi e2, chi e3 കൺസിഡർ ചെയ്തു. e1 എല്ലാ പോയിൻറ്റ്സിനും phi of x എങ്ങോട്ടാണ്? -1. e2 പോയിൻറ്റിനെ 0, e3 പോയിൻറ്റ്സിനെല്ലാം 1 phi of x അല്ലെങ്കിൽ phi ഇത് മാപ്പ് ചെയ്യുന്നത് ആണല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനൊരു കോമ്പിനേഷൻ എടുക്കുന്നേ, -1 ടൈംസ് chi e1 പ്ലസ് 0 ടൈംസ് chi e2 പ്ലസ് 1 ടൈം chi e3. അപ്പോൾ ഞാൻ ഈ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്കെന്താണ്? 0 ടൈംസ് chi e2 എന്താണ്? 0 ആയിരിക്കും. പിന്നെന്താണ്? -1 ടൈംസ് chi e1ഉം 1 ടൈംസ് chi e3 ഉണ്ടായിരിക്കും. അതായത് എനിക്കിതിനെ chi e3 മൈനസ് chi e1 എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? Now consider x in R. നമ്മളിവിടെ റിയൽ നമ്പർ സിസ്റ്റം ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, x ഈക്വൽ ടു R ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾക്ക് ആറിനെ e1 യൂണിയൻ e2 യൂണിയൻ e3 എന്ന് എഴുതാൻ പറ്റും. ഇപ്പോൾ x ബിലോങ്സ് ടു R എടുത്തു കഴിഞ്ഞാൽ x ബിലോങ്സ് ടു e1ഓ അല്ലെങ്കിൽ e2ഓ അല്ലെങ്കിൽ e3ഓ ആയിരിക്കും. ഡിസ്ജോയിൻറ്റുമായിരുന്നു ഈ സെറ്റ്സ് അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഞാനിവിടെ chi e3 മൈനസ് chi e1 ഓഫ് x കൺസിഡർ ചെയ്തു. ഇപ്പോൾ x ബിലോങ്സ് ടു R ആണ്. R is equal to union of these disjoint sets ആണ്. സോ x ഇതിലേതെങ്കിലും ഒരു സെറ്റിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ x ബിലോങ്സ് ടു e1 ആണെങ്കിൽ നമ്മൾക്ക് ഇതിനെ ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെ എഴുതാം? chi e3 ഓഫ് x മൈനസ് chi e1 ഓഫ് x എന്ന് എഴുതാം അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു, ഇനി x ബിലോങ്സ് ടു e1 ആണെങ്കിൽ chi e3 ഓഫ് x എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താണ്? x e3യിൽ വരുന്നില്ല. മൈനസ് chi e1 ഓഫ് x എന്തായിരിക്കും? x ബിലോങ്സ് ടു e1 ആയതുകൊണ്ട് chi e1 ഓഫ് x 1 ആണ്. സോ -1. ദിസ് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ x ബിലോങ്സ് ടു e1 ആയതുകൊണ്ട് phi ഓഫ് x എന്തിന് ഈക്വൽ ആണ്? -1ന് ഈക്വൽ ആണ്. ഇനി x ബിലോങ്സ് ടു e2 ആണെന്ന് കരുതുക. അപ്പോൾ chi e3 മൈനസ് chi e1 ഓഫ് x
ഇസ് ഈക്വൽ ടു എന്താണ് കൈ E3 ഓഫ് എക്സ് മൈനസ് കൈ E1 ഓഫ് എക്സ് ആണ്. ആൻഡ് എക്സ് നമ്മൾക്ക് എന്താണ് E2-ലുള്ളതാണ്. സോ E1-ലും E3-ലും വരുന്നില്ല. അപ്പോൾ കൈ E1 ഓഫ് എക്സ് എന്തായിരിക്കും 0. കൈ E3 ഓഫ് എക്സ് എന്താണ് 0 മൈനസ് കൈ E1 ഓഫ് എക്സും എന്തായി 0. ദിസ് ഇസ് ഈക്വൽ ടു 0. ആൻഡ് ഫൈ ഓഫ് എക്സും എന്താണ്, അതായത് ഫൈ ഓഫ് 0 എന്താണ് 0 ആണ് വരുന്നത് അല്ലെ. എക്സ് ബിലോങ്സ് ടു E2 എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ. ഇനി എക്സ് ബിലോങ്സ് ടു E3 ആണെന്ന് കരുതുക. അപ്പോൾ എക്സ് ബിലോങ്സ് ടു E3 ആകുമ്പോൾ എക്സ് E1-ലും ഇല്ല E2-ലും അല്ല. അപ്പോൾ കൈ E3 മൈനസ് കൈ E1 ഓഫ് എക്സ് എന്താണ്, ദിസ് ഇസ് ഈക്വൽ ടു കൈ E3 ഓഫ് എക്സ് മൈനസ് കൈ E1 ഓഫ് എക്സ്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു കൈ E3 ഓഫ് എക്സ് എന്താണ് 1, കാരണം എന്താണ് എക്സ് ബിലോങ്സ് ടു E3 ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു E1 ആയതുകൊണ്ട് ഈ വാല്യൂ 0. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ്. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി, നമ്മൾ ആറിൽ നിന്ന് ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും ആ വാല്യൂ, ആ പോയിൻറ്റിൻ്റെ ഇമേജ് അണ്ടർ കൈ E3 മൈനസ് കൈ E1 എന്താണ് ഫൈ ഓഫ് എക്സിന് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. സോ നമ്മൾക്ക് എന്ത് പറയാം, എല്ലാ എക്സിനും ഇതിങ്ങനെ കോൺസൈഡ് ചെയ്ത് സെയിം വാല്യൂ വരുന്നത് കൊണ്ട് ദീസ് ടു ഫങ്ഷൻസ് ആർ സെയിം അല്ലേ. ഫൈ എന്ന് പറഞ്ഞാൽ ഞാൻ എം ടിയുടെ സിമ്പിൾ, നമ്മൾ എം ടി സെറ്റിനും ഫൈ എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ടെക്സ്റ്റിൽ ത്രൂ ഔട്ട് ഫങ്ഷൻസിന് ഈ ഇതാണ് യൂസ് ചെയ്യുന്നത്, ഫൈ എന്നെല്ലാം പറയും. ഓക്കെ, അപ്പോൾ ആൻഡ് ഈ കൈ E3 മൈനസ് കൈ E1 എന്തായിരുന്നു നമ്മൾക്ക് -1 ടൈംസ് കൈ E1 പ്ലസ് 0 ടൈംസ് കൈ E2 പ്ലസ് 1 ടൈം കൈ E3 ആയിരുന്നു അല്ലേ. സോ ഈ കോമ്പിനേഷൻ ഫൈക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. ഇതുപോലെ അതായത് ഞാനിപ്പോൾ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ സിമ്പിൾ ഫങ്ഷനെ എനിക്ക് എന്താണ് E1 E2 E3 എന്ന് പറയുന്ന സെറ്റ് ഡിഫൈൻ ചെയ്തപ്പോൾ ആ സെറ്റ്സ് എന്താണ് ഡിസ്ജോയിൻ്റ് ആണ് ആൻഡ് ദെയർ യൂണിയൻ ഈസ് എക്സ്. ആൻഡ് ഇത്തരത്തിൽ കോമ്പിനേഷൻ എടുത്തപ്പോൾ അത് എന്തിന് ഈക്വലായി, ആ ഫങ്ഷൻ ഫൈക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. ഇതുപോലെ നമ്മൾക്ക് ഏത് സിമ്പിൾ ഫങ്ഷൻ എടുത്തു കഴിഞ്ഞാലും ആ സിമ്പിൾ ഫങ്ഷനെ ഈ പറഞ്ഞ രീതിയിൽ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ്റെ. ഓക്കെ, so similarly we consider a simple function. If we consider a simple function phi, then we can any function phi, any simple function phi can be written as phi is equal to summation over j is equal to 1 to n aj chi ej. അതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കോമ്പിനേഷനിൽ EJs എല്ലാം ഡിസ്ജോയിൻ്റ് ആവണമെന്നോ അല്ലെങ്കിൽ AJs എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്നോ എന്നൊന്നുമില്ല. ഇനി ഇതേ ഫങ്ഷൻ തന്നെ ഓക്കെ, ഞാൻ ഈ ഇപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇതേ സിമ്പിൾ ഫങ്ഷൻ തന്നെ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എന്തെടുക്കുന്നു വെച്ചാൽ E1 എന്ന് പറയുന്നത് -∞ 0 തന്നെ, E2 എന്ന് പറയുന്നത് എന്താണ് 0, സിംഗിൾട്ടൺ സെറ്റ് 0 എഴുതുന്നു. ആൻഡ് E3 എന്ന് പറയുന്നത് ഞാൻ എന്തെടുക്കുന്നു എന്ന് വെച്ചാൽ ഓപ്പൺ 0 ഓപ്പൺ 2 എടുക്കുന്നു. E4 എന്ന് പറയുന്നേരം ഞാൻ ഓപ്പൺ അല്ല വേണ്ട ക്ലോസ്ഡ് 1 ഓപ്പൺ 2 എടുക്കുന്നു. E5 ഞാൻ എങ്ങനെ എടുക്കുന്നു എന്ന് വെച്ചാൽ ക്ലോസ്ഡ് ടു ഇൻഫിനിറ്റി ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഞാൻ റിയൽ ലൈനിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക ചെയ്തത്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതിപ്പോൾ 0 ആണെങ്കിൽ -∞ ടു 0 വരെയുള്ളത് E1, 0 മാത്രമായിട്ട് E2, 0 മുതൽ 2 വരെ ഉള്ളത് E3 ആൻഡ് 1 മുതൽ അല്ലേ ക്ലോസ്ഡ് 1 മുതൽ ഓപ്പൺ 2 വരെ ഉള്ളത് E4. E5 എന്ന് പറയുന്നത് ക്ലോസ്ഡ് 2 ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇതിൻ്റെ യൂണിയൻ 6 കിട്ടുന്നുണ്ട്. ആൻഡ് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് അല്ല, E3യും E4ഉം ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾക്ക്. അപ്പം ഞാൻ ഈ സെറ്റ്സ് കൺസിഡർ ചെയ്തു. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻസ് കൈ E1, കൈ E2, കൈ E3, കൈ E4
കൈ E5 കൺസിഡർ ചെയ്തു. ഞാൻ ഇതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ -1 ടൈംസ് കൈ E1 പ്ലസ് 0 ടൈംസ് കൈ E2 പ്ലസ് കൈ E3യിൽ ഞാൻ 1/2 ടൈംസ് കൈ E3. ഇവിടെ ഒരു സെറ്റും കൂടി എഴുതണേ. ഒരു സെറ്റും കൂടെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. E6 എന്ന് എഴുതുന്നത് E6 is equal to open 0 1. ഓക്കെ, ഈ ഒരു സെറ്റും കൂടെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇതിൻ്റെ യൂണിയൻ എടുത്താൽ നമ്മൾക്ക് എന്താണ് 6 തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ E6 കൈ E6 കൂടെ വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ 1/2 ടൈംസ് കൈ E3 എന്നും കൈ E4 ഞാൻ അതുപോലെ തന്നെ 1/2 ടൈംസ് എന്നും കൈ E5 ഞാൻ 1 ടൈം എന്നും കൈ E6 ഞാൻ 1/2 ടൈംസ് എന്നും എടുക്കും. ഓക്കെ, ഇതിന് ഞാൻ f(x) സിമ്പിളായിട്ട് f എന്ന് എഴുതുകയാണ്. ഈ കോമ്പിനേഷൻ എടുക്കുമ്പോൾ കിട്ടുന്ന ഫംഗ്ഷനെ. അപ്പോൾ ഞാൻ x ബിലോങ്സ് ടു R എടുത്തിട്ടുണ്ടെങ്കിൽ ആ x എന്തായാലും ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സെറ്റിൽ ഏതെങ്കിലും ഒന്നിൽ വരുമല്ലോ, കാരണം യൂണിയൻ എടുത്ത് 6 കിട്ടുന്നുണ്ട് നമ്മൾക്ക്. അപ്പോൾ ഞാൻ f(x) കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി x ബിലോങ്സ് ടു E1 ആണെന്ന് കരുതുക. അപ്പോൾ f(x) എന്തായിരിക്കും? ഈ f(x)ൽ കൈ E2(x) 0 ആയിരിക്കും. കാരണം എന്താണ്? ആ x റിമൈനിങ് സെറ്റിൽ ഒന്നിലും വരുന്നില്ല, അപ്പോൾ E2ലും വരുന്നില്ല, E3യിൽ വരുന്നില്ല, E4, E5, E6ലൊന്നും എന്താണ് E1ലെ പോയിൻറ്റ്സ് വരുന്നില്ല. അപ്പോൾ എന്താണ് ഈ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ റിമൈനിങ് സെറ്റിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ വാല്യൂസ് എല്ലാം 0 ആയിരിക്കും. പിന്നെ ഏതേ ഉണ്ടാകത്തുള്ളൂ? -1 ടൈംസ് കൈ E1(x) ഉണ്ടായിരിക്കത്തുള്ളൂ. അതെന്താണ്? കൈ E1(x) എന്താണ്? 1 ആണ്. അപ്പോൾ -1 ടൈംസ് 1 -1 തന്നെ കിട്ടി. ആൻഡ് ഈ E1ലുള്ള എല്ലാ പോയിൻറ്റ്സിനെയും ഫംഗ്ഷൻ ഫൈ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? -1ലോട്ടല്ലേ. അപ്പോൾ f(x)ഉം φ(x)ഉം ഈക്വൽ ആവുന്നുണ്ട്. ഇനി ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന പോയിന്റ് E2ലാണെങ്കിൽ f(x) എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താണ്? ആ 0 E2ൽ ആകെ ഒരു പോയിൻ്റേ ഉള്ളൂ, അത് 0 ആണ്. അത് റിമൈനിങ് ഒരു സെറ്റിലും വരുന്നുമില്ല. അപ്പോൾ f(x)ൻ്റെ വാല്യൂ എന്താണ്? 0 ആണ് വരുന്നത്. ആൻഡ് 0 ഇൻറ്റു ഈ കൈ E2 എന്നല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? 0 ടൈംസ് 1 എന്ന് വരും, 0 കിട്ടും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു φ(x) ആണ്. E2ൽ ഫംഗ്ഷൻ വാല്യൂ 0 തന്നെയല്ലേ വരുന്നത്. ഇനി ഞാൻ x ബിലോങ്സ് ടു E3 ആണെന്ന് എടുത്തു. E1 പറഞ്ഞു, E2 പറഞ്ഞു, E3. x ബിലോങ്സ് ടു E3 ആണെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ എന്താണെന്ന് നോക്കാം, f(x). അപ്പോൾ x ബിലോങ്സ് ടു E3 ആവുമ്പോൾ നമ്മൾക്ക് E3 ഇവിടെ 2 കേസസ് വരാൻ ചാൻസ് ഉണ്ട്. E3 എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ 0 2 ആണ്. അപ്പോൾ ഓപ്പൺ 0 1ലും വരാം, എന്തിലും വരാം? ക്ലോസ്ഡ് 1 2ലും വരാം അല്ലേ. ഓപ്പൺ 0 1ലും വരാം, ക്ലോസ്ഡ് 1 2ലും വരാം. അതായത് ഞാൻ ഈ ഓപ്പൺ ഇൻ്റർവൽ 0 2ൽ നിന്ന് എടുക്കുന്ന പോയിൻ്റ്, അതായത് E3യിൽ നിന്ന് എടുക്കുന്ന പോയിൻ്റ് എവിടെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്? E4ൽ അല്ലെങ്കിൽ E6ൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ആണല്ലോ. ഇനി ഞാൻ എടുക്കുന്നു, ഞാൻ ഓപ്പൺ ഇൻ്റർവൽ 0 2ൽ നിന്ന് എടുത്തിരിക്കുന്ന പോയിൻ്റ് ഓപ്പൺ ഇൻ്റർവൽ 0 1ലാണ് ഉള്ളത് എന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പിനേഷൻ എഴുതിയതിൽ നമ്മൾക്ക് കൈ E1 0 ആയിരിക്കും, കൈ E2(x) 0 ആയിരിക്കും, പിന്നെന്താണ് കൈ E4(x)ഉം 0 ആയിരിക്കും. കാരണം എന്താണ്? ഓപ്പൺ ഇൻ്റർവൽ 0 1ൽ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ആൻഡ് കൈ E5ഉം 0 ആയിരിക്കും. പിന്നെ ഇവിടെ നോൺ 0 ആയിട്ട് വരുന്നത് ഏതേ ഉള്ളൂ? കൈ E3യും കൈ E6ഉം. അപ്പോൾ അവിടെ എന്താ വരുന്നത്? 1/2 ടൈംസ് കൈ E3(x) 1 പ്ലസ് 1/2 ടൈംസ് 1 കൈ E6ൻ്റെത്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. ആൻഡ് ഓപ്പൺ ഇൻ്റർവൽ 0 1ൽ വരുന്നത് φ(x)ൻ്റെ വാല്യൂ എന്താണ്? അതും 1 ആണ് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ f(x) ഇസ് ഈക്വൽ ടു x ബിലോങ്സ് ടു ഈ ക്ലോസ്ഡ് 1 ഓപ്പൺ 2 ആണെന്ന് എടുക്കുക, ക്ലോസ്ഡ് 1 ഓപ്പൺ 2. അപ്പോൾ ആ കേസിലാണെങ്കിൽ നമ്മൾക്ക് എന്താണ്?
ഇവിടെ കൈ E3യും കൈ E4 മാത്രമേ നോൺ സീറോ ആയിട്ടുണ്ടാവുള്ളൂ. റിമൈനിങ് എല്ലാം സീറോ ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? 1/2 ടൈംസ് 1 പ്ലസ് 1/2 ടൈംസ് 1 വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു 1. ഇനി ഇതിലുള്ള എല്ലാ പോയിൻറ്റ്സിനെയും ഫംഗ്ഷൻ ഫൈ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? 1-ലോട്ട്. അപ്പോൾ അവിടെയും ഫംഗ്ഷൻ വാല്യൂസ് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത കേസ് ഏതാണ്? നമ്മൾ ഓപ്പൺ 1 2 ഡിസ്കസ് ചെയ്തു. അതായത് ഏതിലെല്ലാം വരുന്നത് ഡിസ്കസ് ചെയ്തു? E1 വരുന്നത്, E2 വരുന്നത്, E3 വരുന്നത് ഡിസ്കസ് ചെയ്തു. അപ്പോൾ E3 നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന പോയിന്റ് E4 E6 വരുന്നുണ്ട്. അപ്പോൾ ആ കേസസും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി E5 പോയിന്റ് ചൂസ് ചെയ്യുമ്പോൾ അതാണ് നമ്മൾക്ക് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ E5 നിന്നാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ പോയിന്റ് റിമൈനിങ് ഒരു സെറ്റിലും വരുന്നില്ല. ഇപ്പോൾ റിമൈനിങ് ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻസിൻ്റെ വാല്യൂസ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ കെ E5 മാത്രമേ നോൺ സീറോ ആയിട്ടുള്ളൂ. അപ്പോൾ 1 ടൈംസ് കെ E5 ഓഫ് എക്സ് എന്ന് വരും. അതെന്താണ്? 1 ടൈംസ് 1 ഈസ് ഈക്വൽ ടു 1 വന്നു. ആൻഡ് ആ ഒരു E5 എല്ലാ പോയിൻറ്റ്സിനെയും ഫൈ ഓഫ് എക്സും എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? 1-ലോട്ട്. അപ്പോൾ എന്ത് കിട്ടി നമ്മൾക്ക്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് എന്ന് കിട്ടി. അതായത് ഫോർ എനി എക്സ് ഇൻ ആർ നമ്മൾക്ക് എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് എന്ന് കിട്ടി. അതായത് എഫും ഫൈയും ഈക്വൽ ആണ്. അതായത് സെയിം സിമ്പിൾ ഫംഗ്ഷൻ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റി? ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എനദർ സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനായിട്ട് എഴുതാൻ പറ്റി അല്ലേ? ഇവിടെ ഫൈ എങ്ങനെയാണ് വന്നത്? -1 ടൈംസ് കൈ E1 പ്ലസ് 0 ടൈംസ് കൈ E2 പ്ലസ് 1/2 ടൈംസ് കൈ E3 പ്ലസ് 1/2 ടൈംസ് കൈ E4 പ്ലസ് 1 ടൈംസ് കൈ E5 പ്ലസ് 1/2 ടൈംസ് കൈ E6. ഇങ്ങനെ നമ്മൾക്ക് ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റി. അപ്പോൾ നമ്മൾക്ക് ഒരേ സിമ്പിൾ ഫംഗ്ഷനെ തന്നെ ഒന്നിൽ കൂടുതൽ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. ആ ലീനിയർ കോമ്പിനേഷനിൽ തന്നെ ഇപ്പം നോക്കിക്കേ, ഈ ഫസ്റ്റ് ഞാൻ ലിസ്റ്റ് ചെയ്തിരുന്ന കേസിൽ E1 E2 E3 ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആയിരുന്നു ആൻഡ് ദെയർ യൂണിയൻ ഈക്വൽ ടു 6 ഈ കേസിൽ നോക്കിക്കേ, E1 E2 E3 E4 E5 E6 ഇതൊന്നും എല്ലാം ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് അല്ല. ആൻഡ് നമ്മൾക്ക് എന്താണ്? വാല്യൂസ് ആ E1 E2 E3 ഫംഗ്ഷൻ എടുക്കുന്ന വാല്യൂസ് എന്തായിരുന്നു? അതും ഡിസ്റ്റിങ്ക്റ്റ് ആയിരുന്നു അല്ലേ? പക്ഷേ ഇവിടെ അതായത് ഇപ്പോൾ ഞാൻ അവിടെ എഴുതിയിരിക്കുന്ന ലീനിയർ കോമ്പിനേഷനിൽ ഫൈയുടെ ലീനിയർ കോമ്പിനേഷനിൽ നമ്മൾക്ക് എന്താണ്? ഈ കൈ E1 കൈ E2 കൈ E3 ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് വന്നത് -1ഉം 0യും 1ഉം ആയിരുന്നു. അതായത് ഇത് മൂന്നും ഡിസ്റ്റിങ്ക്റ്റ് ആയിരുന്നു. സെറ്റ്സും ഡിസ്ജോയിൻറ്റും ആയിരുന്നു. ഈ വാല്യൂസ് കോമ്പിനേഷനിൽ വരുന്ന ആ സ്കേലേഴ്സ് അതും എന്തായിരുന്നു? ഡിസ്റ്റിങ്ക്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ ഇപ്പം ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ എന്താണ്? ഇപ്പം ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ലീനിയർ കോമ്പിനേഷനിൽ സെറ്റ്സ് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് അല്ല. അതുപോലെ തന്നെ ഈ കോയിഫിഷ്യൻ്റായിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് വരുന്ന നമ്പേഴ്സും ഡിസ്റ്റിങ്ക്റ്റ് അല്ല, റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുമുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരേ സിമ്പിൾ ഫംഗ്ഷൻ ഒന്നിൽ കൂടുതൽ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ അങ്ങനെ എഴുതാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതിൽ ഒരു പെർട്ടിക്കുലർ ലീനിയർ കോമ്പിനേഷനെ ഒരു നെയിം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നമ്മൾക്ക് നോക്കാം. Similarly, if we consider a simple function, then the function phi can be written as the combination phi is equal to summation over j is equal to 1 to n aj chi ej, where aj belongs to R and chi ej is the characteristic function on a set ej in x bar. Okay, എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന EJs ജസ്റ്റ് സെറ്റ് ആയാൽ പോരാ, ആ സെറ്റ് എവിടെയും വേണം? എക്സ് ബാറിലുള്ള സെറ്റായിരിക്കണം. ഓക്കെ, എക്സ് ബാറിലുള്ള സെറ്റ്സിലുള്ള ഡിഫൈൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കണം ഫൈ. ഓക്കെ, നൗ among
these representations for phi, there is a unique standard representation by representation characterized by the fact that the AJ are distinct and EJ are disjoint non-empty subsets of X and are such that X is equal to union over J is equal to 1 to n EJ. അതായത് നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ലീനിയർ കോമ്പിനേഷനിൽ AJs എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആവുകയും അതിൻ്റെ കൂടെ എന്താണ് EJs എല്ലാം ഡിസ്ജോയിൻ്റ് ആവുകയും, ഓക്കെ, EJs എല്ലാം ജസ്റ്റ് ഡിസ്ജോയിൻ്റ് ആയാൽ പോരാ, ഡിസ്ജോയിൻ്റ് നോൺ എംപ്റ്റി സബ്സെറ്റ്സ് ആയിരിക്കണം. EJs എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് നോൺ എംപ്റ്റി സബ്സെറ്റ് ആവുകയും മെഷറബിൾ സബ്സെറ്റ് ആവുകയും ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു യൂണിയൻ ഓവർ ജെ EJയുമാണെങ്കിൽ ഇത്തരത്തിലുള്ള EJസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ, AJs വെച്ചിട്ടുള്ള ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് ഫൈനെ എഴുതാൻ പറ്റുമെങ്കിൽ ആ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഇതുപോലെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി കഴിഞ്ഞാൽ അതിൽ AJs എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം, EJs എല്ലാം ഡിസ്ജോയിൻറ്റ് നോൺ എംപ്റ്റി സെറ്റ്സ് മെഷറബിൾ സെറ്റ്സ് ആയിരിക്കണം, വിത്ത് ദെയർ യൂണിയൻ ഈക്വൽ ടു എക്സ് ആയിരിക്കണം. അപ്പോൾ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് ഇത്തരത്തിലുള്ള എന്താണ് AJs ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ ആ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കുക. സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ എന്താണ്? നമ്മളിങ്ങനെ ലീനിയർ കോമ്പിനേഷൻ എഴുതുമ്പോൾ ആ കോഎഫിഷ്യൻസ് AJs ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന EJs എന്തായിരിക്കണം? മെഷറബിൾ ഡിസ്ജോയിൻറ്റ് നോൺ എംപ്റ്റി സെറ്റ്സുകളായിരിക്കണം ആൻഡ് ദെയർ യൂണിയൻ ഈക്വൽ ടു എക്സുമായിരിക്കണം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഫസ്റ്റ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രൽ ഓഫ് എ സിമ്പിൾ ഫങ്ഷനാണ്. വാട്ട്? ഇൻ്റഗ്രൽ ഓഫ് എ സിമ്പിൾ ഫങ്ഷൻ. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ നോൺ നെഗറ്റീവ് ഫങ്ഷൻസിൻ്റെ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നത്. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, so first we will define the integral of a simple function. Okay, if phi is a simple function in m plus of x bar, എവിടെയുള്ളതാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? ജസ്റ്റ് സിമ്പിൾ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എത്തരത്തിലുള്ളതാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? ഈ സിമ്പിൾ ഫങ്ഷൻസ് എല്ലാം നോൺ നെഗറ്റീവ് വാല്യൂസ് എടുക്കുന്നതായിരിക്കണം. m plus of x ബാറിലുണ്ടായിരിക്കണം എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ നോൺ നെഗറ്റീവ് വാല്യൂസ് വരുന്ന സിമ്പിൾ ഫങ്ഷൻസ് വിത്ത് ദ സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ സമ്മേഷൻ ഓവർ ജെ ഇസ് ഈക്വൽ ടു 1 to n AJ കൈ EJ. ഓക്കെ, ഇങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിമ്പിൾ ഫങ്ഷൻ്റെ ഇൻ്റഗ്രൽ എന്താണെന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ജസ്റ്റ് സിമ്പിൾ ഫങ്ഷൻ്റെ ഇൻ്റഗ്രൽ അല്ല നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, നോൺ നെഗറ്റീവ് വാല്യൂസ് എടുക്കുന്ന സിമ്പിൾ ഫങ്ഷൻസിൻ്റെ ഇൻ്റഗ്രലാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദ ഇൻ്റഗ്രൽ ഓഫ് ദിസ് സിമ്പിൾ ഫങ്ഷൻ ഇസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു ദ മെഷർ മ്യൂ. എന്താണ്? നമ്മളൊരു മെഷർ പറയുന്നുണ്ട്, ആ മെഷറിലാണ് നമ്മൾ ഇൻ്റഗ്രൽ പറയുന്നത്. സോ വിത്ത് റെസ്പെക്ട് ടു ദ മെഷർ മ്യൂ the integral of this simple function is equal to summation over j is equal to 1 to n AJ mu of EJ. Summation over j is equal to 1 to n AJ mu of EJ. ഇപ്പോഴത്തെ നമ്മളുടെ അറിവ് പ്രകാരം മ്യൂ ഓഫ് EJ വാല്യൂ ഡിഫൈൻഡ് ആവണമെങ്കിൽ EJs എന്തായിരിക്കണം? മെഷറബിൾ സെറ്റ് ആയിരിക്കണം. കാരണം മ്യൂ നമ്മൾ എക്സ് ബാറിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, മെഷറബിൾ സിഗ്മ ഓൾജിബ്രയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മ്യൂ ഓഫ് EJ ഡിഫൈൻഡ് ആണെങ്കിൽ EJ എന്തായിരിക്കണം? മെഷറബിൾ ആയിരിക്കണം. സോ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷനിൽ എന്താണ് EJs എല്ലാം മെഷറബിൾ സെറ്റ്സ് കൂടെ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ദിസ് സിമ്പിൾ ഫങ്ഷൻ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ജെ ഇസ് ഈക്വൽ ടു 1 to n AJ mu of EJ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്.
ഇനി നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് കുറേ പ്രോപ്പർട്ടീസ് പ്രൂവ് ചെയ്യാനുണ്ട്. ഈ പ്രോപ്പർട്ടീസ് എല്ലാം പ്രൂവ് ചെയ്യുന്നത് നമ്മൾക്ക് അടുത്ത ലെവലിലോട്ട് എന്താണ്, ഇപ്പോൾ നമ്മൾ സിമ്പിൾ ഫങ്ഷനിൽ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്തു, ഇതുപോലെ നമ്മൾക്ക് നോൺ നെഗറ്റീവ് ഫങ്ഷൻസിനെല്ലാം മെഷറബിൾ ഫങ്ഷൻസിനെല്ലാം ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് ഉയരാൻ വേണ്ടിയുള്ള ബേസാണ് നമ്മൾ, ഫണ്ടമെൻ്റൽസാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ലെമ്മ 4.3 ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇഫ് phi and psi are simple functions in m plus of x bar and c is greater than or equal to 0, then integral over c phi d mu is equal to c integral phi d mu. Integral of c phi d mu is equal to c integral phi d mu. ഇതൊക്കെ പ്രോപ്പർട്ടീസാണ്. നമ്മൾ എന്താണ് റീമാൻ ഇൻ്റഗ്രലിലും കണ്ടിട്ടില്ലേ. ഇപ്പോൾ കോൺസ്റ്റൻറ്റ് കൊണ്ട് ഒരു കോൺസ്റ്റൻറ്റ്, നോൺ നെഗറ്റീവ് കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ ഫങ്ഷൻ്റെ ഇൻ്റഗ്രൽ എന്തിന് ഈക്വലാണ്? അതേ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആ സിമ്പിൾ ഫങ്ഷൻ്റെ ഇൻ്റഗ്രലിന് ഈക്വലാണ് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അതായത് ഇൻ്റഗ്രലും ആ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിളും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മൾക്ക്. സോ ആൻഡ് അതിൽ തന്നെ ഇൻ്റഗ്രൽ ഓഫ് phi പ്ലസ് psi d mu is equal to integral phi d mu plus integral psi d mu. And second property എന്താണ്? if lambda is defined for e in x bar by lambda of e is equal to integral phi x chi e. എങ്ങനെയാണ്? ലാംഡ ഓഫ് ഇ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ phi chi e, അതായത് ഈ രണ്ട് ഫങ്ഷൻസിൻ്റെയും പ്രൊഡക്റ്റ് ഡി മ്യൂ എന്താണ്? ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ എന്ന് പറയുന്നത് മെഷർ ആയിരിക്കും എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻസ് എല്ലാം സിമ്പിൾ ഫങ്ഷനാണ്. കാരണം എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ 1 അല്ലെങ്കിൽ 0 വാല്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻസ് എല്ലാം, ഞാൻ ഡെറിവേറ്റീവ്ലെസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതെല്ലാം ഒന്ന് തന്നെയാണ്. അതെന്താണ്? നമ്മൾക്ക് സിമ്പിൾ ഫങ്ഷനാണ്. ഇതെല്ലാം സിമ്പിൾ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഇനി നമ്മൾക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാ ഈ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിനു വേണ്ടി c ഈക്വൽ ടു 0 ആണെന്ന് കരുതാം. അപ്പോൾ c 0 ആണെങ്കിൽ c ടൈംസ് f എന്താണ്? 0 ആണ്. ഇൻ്റഗ്രൽ ഓഫ് 0 d mu എന്താണ് വരിക? ഇവിടെ ഈ ഒരു ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ AJന് ആകെ ഒരു വാല്യൂ ഉണ്ടാകത്തുള്ളൂ 0 അല്ലേ. c phi നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ c 0 ആയതുകൊണ്ട് c phi എന്താണ്? 0 ആയിരിക്കും. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന കോമ്പിനേഷനിൽ AJന് ഒരൊറ്റ വാല്യൂ ഉണ്ടാകത്തുള്ളൂ, അതെന്താണ്? 0. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? ആ ഒരു രീതിയിൽ നമ്മൾക്ക് എഴുതാം അല്ലേ. c phi is equal to c 0 ആണെങ്കിൽ c phi is equal to 0 ടൈംസ് ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ chi x എന്ന് നമ്മൾക്ക് എഴുതാം. ആ ഹോൾ സെറ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ. അപ്പോൾ എന്ത് കിട്ടി? ഇവിടെ ഈ ഒരു വാല്യൂ 0 ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് കിട്ടും? സമ്മേഷൻ ഓവർ j is equal to 1 to n AJ mu of EJയിൽ EJ എന്ന് പറയുന്നത് x വരും, ആൻഡ് AJ എന്ന് പറയുന്നത് 0 വരും. സോ ഇവിടെ എന്താണ്? ഒരൊറ്റ ആ ഒരു സമ്മേഷൻ ഒറ്റ ടേം ഇവിടെ വരുന്നുള്ളൂ. സോ നമ്മൾക്ക് എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് c phi d mu എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 0 ടൈംസ് മ്യൂ ഓഫ് എക്സിന് ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഇതെന്ത് കിട്ടി? 0 വന്നു. ഓക്കെ, ഇനി അടുത്തത് c ഗ്രേറ്റർ ദാൻ. നമ്മൾക്ക് എന്താണ് ഇവിടെ? ഞാൻ കുറേ കാര്യങ്ങൾ ഇവിടെ പറയാതെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ 0 ടൈംസ് മ്യൂ ഓഫ് എക്സ് എന്ന് എഴുതിയില്ലേ. 0 ടൈംസ് മ്യൂ ഓഫ് എക്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മ്യൂ ഓഫ് എക്സ് ഫൈനൈറ്റ് ആണെങ്കിൽ ഓക്കെ, 0 ടൈംസ് മ്യൂ ഓഫ് എക്സ് 0 തന്നെ. 0 ടൈംസ് പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിൽ എന്താകും? പോസിറ്റീവ് ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് 0 ടൈംസ് പോസിറ്റീവ് ഇൻഫിനിറ്റി ഇസ് ഓൾസോ ഈക്വൽ ടു 0 എന്ന്. അത് പ്രകാരമാണ് നമ്മൾക്ക് എന്ത് കിട്ടുന്നത്? ആ കേസിലും ഈ ഒരു വാല്യൂ 0 എന്ന് കിട്ടുന്നത്. സോ ഇതൊക്കെ നിങ്ങൾ മൈൻഡിലൂടെ ഇങ്ങനെ പോവണം. എപ്പോഴും ഇത് മെൻഷൻ ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾക്ക് c 0 ആവുന്നേരം
ഈ ഇക്വേഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഐഡൻറ്റിറ്റിയുടെ വൺ സൈഡ് നമുക്ക് 0 കിട്ടി. ഇനി സെക്കൻഡ് സൈഡ് നോക്കുമ്പോൾ സി 0 ആണല്ലോ അല്ലേ. അപ്പോൾ 0 ടൈംസ് ഇൻ്റഗ്രൽ ഫൈ ഡി മ്യൂ എന്ന് വരും. ഇൻ്റഗ്രൽ ഫൈ ഡി മ്യൂ എന്ത് വാല്യൂ തന്നെയായാലും 0 ടൈംസ് എടുക്കുമ്പോൾ ഇതെന്തായിരിക്കും, വിച്ച് ഇസ് ഓൾസോ ഈക്വൽ ടു 0. സോ ഈ ഒരു ഐഡൻറ്റിറ്റിയുടെ രണ്ട് സൈഡും ഈക്വൽ ടു 0 ആയിട്ടാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഈ ഒരു പ്രോപ്പർട്ടി സി ഈക്വൽ ടു 0 ആവുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, സി നോൺ സീറോ ആവുമ്പോൾ. സി നോൺ സീറോ ആവുക എന്ന് പറയുന്ന കേസ് എന്താണ്, സി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ സി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സി ഫൈയും എം പ്ലസ് എൽ ഉണ്ടായിരിക്കും. എന്താണ്, ഫൈയുടെ വാല്യൂസിൻ്റെ കൂടെ ഒരു സിയും കൂടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ എന്ത് വരും, ഫൈയുടെ സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ ഈ ഇതല്ല, ഫൈയുടെ സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ is equal to summation over j is equal to 1 to n a j chi e j ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ സി ഫൈയുടെ റെപ്രസെൻറ്റേഷൻ എന്തായിരിക്കും, ഇതിൽ തന്നെ സി വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ എന്ത് വരും, സമ്മേഷൻ ഓവർ ജെ ഇസ് ഈക്വൽ ടു 1 to n സി എ ജെ കൈ ഇ ജെ എന്ന് വരും. അപ്പോൾ സി ഫൈ ഇങ്ങനെ ആയതുകൊണ്ട് ഇൻ്റഗ്രൽ സി ഫൈ ഡി മ്യൂ ഇസ് ഈക്വൽ ടു നമ്മൾ ഡെഫിനിഷൻ പ്രകാരം എങ്ങനെ വരും, സമ്മേഷൻ ഓവർ ജെ ഇസ് ഈക്വൽ ടു 1 to n സി എ ജെ മ്യൂ ഓഫ് ഇ ജെ എന്ന് വരും. ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കോമൺ ആയിട്ട് സി ഔട്ട് സൈഡ് എടുക്കുമ്പോൾ സി ടൈംസ് സമ്മേഷൻ ഓവർ ജെ ഇസ് ഈക്വൽ ടു 1 to n എ ജെ മ്യൂ ഓഫ് ഇ ജെ എന്ന് വരും. ആൻഡ് ഇതെന്താണ്, ഇൻ്റഗ്രൽ ഓഫ് ഫൈ വിത്ത് റെസ്പെക്ട് ടു മ്യൂ. സോ സി ടൈംസ് ഇൻ്റഗ്രൽ ഫൈ ഡി മ്യൂ എന്ന് വന്നു. അപ്പോൾ ഇൻ്റഗ്രൽ സി ഫൈ ഡി മ്യൂ ഇസ് ഈക്വൽ ടു സി ടൈംസ് ഇൻ്റഗ്രൽ ഫൈ ഡി മ്യൂ എന്ന് കിട്ടി. സോ സി ഈക്വൽ ടു 0 ആവുന്നതും സി ഗ്രേറ്റർ ദാൻ 0 ആവുന്നതും ഈ ഐഡൻറ്റിറ്റി ട്രൂ ആണ്. സോ നമ്മൾക്ക് എന്ത് പറയാം, ഇൻ ടോട്ടൽ ഫോർ എനി സിമ്പിൾ ഫംഗ്ഷൻ ഇൻ എം പ്ലസ് ഓഫ് എക്സ് എക്സ് ബാർ ആൻഡ് ഫോർ എനി constant c greater than or equal to 0 for any real number c greater than or equal to 0 integral of c phi d mu is equal to c times integral of phi d mu. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്തത് പ്രൂവ് ചെയ്യണം, phi പ്ലസ് psi അല്ലേ. അതിന് വേണ്ടിയിട്ട് let phi and psi belongs to m plus and has the standard representation phi is equal to summation over j is equal to 1 to n aj chi ej and psi is equal to summation over k is equal to 1 to m bk chi fk. ഓക്കെ, ഇപ്പോൾ രണ്ട് സിമ്പിൾ ഫംഗ്ഷൻ്റെ സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ എഴുതി. അങ്ങനെയാണെങ്കിൽ ഫൈ പ്ലസ് സൈ ഈസ് ഈക്വൽ ടു അതിൻ്റെ സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ കിട്ടിയാലേ നമ്മൾക്ക് ഇൻ്റഗ്രൽ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്, ഈ രണ്ട് സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ്റെ റൈറ്റ് സൈഡ് നമ്മൾ ആഡ് ചെയ്ത് എഴുതുക. ഇപ്പോൾ സമ്മേഷൻ ഓവർ ജെ ഇസ് ഈക്വൽ ടു 1 to n എ ജെ കൈ ഇ ജെ പ്ലസ് സമ്മേഷൻ ഓവർ കെ ഇസ് ഈക്വൽ ടു 1 to m ബി കെ കൈ എഫ് കെ എന്ന് വരും. ഓക്കെ, ആൻഡ് ലെറ്റ് എക്സ് ബിലോങ്സ് ടു എക്സ് ദെൻ എക്സ് ബിലോങ്സ് ടു ഇ ജെ ഡാഷ് അല്ലേ. ഇപ്പോൾ ഞാൻ എന്താണ്, ഈ ഇ ജെസിൻ്റെ എല്ലാം യൂണിയൻ എക്സ് ആയിരിക്കും, അതുപോലെ എഫ് കെസിൻ്റെ യൂണിയനും എക്സ് ആയിരിക്കും. അപ്പോൾ ഞാൻ എക്സ് ബിലോങ്സ് ടു ഇ ജെ ഡാഷ് എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ എക്സ് അതായത് എക്സ് ബിലോങ്സ് ടു എക്സ് ആകുമ്പോൾ ഏതെങ്കിലും ഒരു ഇ ജെയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എക്സ് ബിലോങ്സ് ടു ഇ ജെ ഡാഷ് എന്നെടുത്തു. അതുപോലെ തന്നെ യൂണിയൻ ഓഫ് എഫ് കെസ് എക്സ് ആയതുകൊണ്ട് ഞാൻ ഈ ചൂസ് ചെയ്തിരിക്കുന്ന പോയിൻ്റ് ഏതെങ്കിലും ഒരു എഫ് കെയിലും ഉണ്ടായിരിക്കും. ഓക്കെ, സോ ലെറ്റ് എക്സ് ബിലോങ്സ് ടു എഫ് കെ ഡാഷ് അല്ലെങ്കിൽ ഓക്കെ എഫ് കെ എന്നെടുക്കാം. ഇവിടെ ഞാൻ ജെ ഡാഷ് ഓക്കെ എഫ് കെ ഡാഷ് ആണ്, എഫ് കെ ഡാഷ്. അപ്പോൾ എക്സ് എവിടെ ഉണ്ട്, ഇ ജെ ഡാഷിലും ഉണ്ട് എഫ് കെ ഡാഷിലും ഉണ്ട്. സോ ദർ ഇൻ്റർസെക്ഷനിലും ഉണ്ടായിരിക്കും. അപ്പോൾ എക്സ് എവിടെ ഉണ്ട്, എക്സ് ബിലോങ്സ് ടു ഇ ജെ ഡാഷ് ഇൻ്റർസെക്ഷൻ എഫ് കെ ഡാഷ് എന്ന് കിട്ടി. അപ്പോൾ എന്താണ്, ഞാൻ ഫൈ പ്ലസ് സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇതിവിടെ എഴുതിയിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഫൈ പ്ലസ് സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ജെ ഇസ് ഈക്വൽ ടു 1 to n എ ജെ കൈ ഇ ജെ ഓഫ് എക്സ് പ്ലസ് സമ്മേഷൻ ഓവർ കെ ഇസ് ഈക്വൽ ടു 1 to m ബി കെ കൈ എഫ് കെ ഓഫ് എക്സ് എന്ന് നമ്മൾക്ക് എഴുതാം. ഇനി ഇതിൽ നോക്കിക്കേ, ഇ ജെ ഡാഷിൽ എക്സ് ഉള്ളത് കൊണ്ട് റിമൈനിങ് എല്ലാ ഇ ജെസിനും കൈ ഇ ജെ ഓഫ് എക്സ് 0 ആയിരിക്കും. അതുപോലെ എക്സ് ബിലോങ്സ് ടു എഫ് കെ ഡാഷ് ആയതുകൊണ്ട് റിമൈനിങ് എല്ലാ എഫ് കെസിനും കൈ എഫ്
കെ ഓഫ് എക്സ് 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമ്മേഷനിൽ പിന്നെ എന്തേ ഉണ്ടാകത്തുള്ളൂ? എ ജെ ഡാഷ് ടൈംസ് 1 അല്ലേ? കൈ ഇ ജെ ഡാഷ് ഓഫ് എക്സ് എന്താണ്? 1 ആണ്. അപ്പോൾ എ ജെ ഡാഷേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതുപോലെ ഈ സമ്മേഷനിൽ എന്താണ് ഉണ്ടായിരിക്കുക? ബി കെ ഡാഷ് ടൈംസ് കൈ എഫ് കെ ഡാഷ് ഓഫ് എക്സേ ഉണ്ടായിരിക്കുള്ളൂ. റിമൈനിങ് എല്ലാം 0 ആയിരിക്കും. ആൻഡ് കൈ എഫ് കെ ഡാഷ് ഓഫ് എക്സ് 1 ആയതുകൊണ്ട് പിന്നെ എന്താണ്? ബി കെ ഡാഷേ ഉള്ളൂ. അപ്പോൾ ദിസ് സമ്മേഷൻ ഇസ് ഈക്വൽ ടു എ ജെ ഡാഷ് പ്ലസ് ബി കെ ഡാഷ്. ഓക്കെ, ഇനി ദിസ് ഇസ് ഈക്വൽ ടു നമ്മൾക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ ഓവർ ജെ ഇസ് ഈക്വൽ ടു 1 to n, സമ്മേഷൻ ഓവർ കെ ഇസ് ഈക്വൽ ടു 1 to m, എ ജെ പ്ലസ് ബി കെ ടൈംസ് കൈ ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന ഈ സമ്മേഷൻ ഒന്ന് നോക്കിക്കേ. എന്താണ്? സമ്മേഷൻ ഓവർ ജെ ഇസ് ഈക്വൽ ടു 1 to n, സമ്മേഷൻ ഓവർ കെ ഇസ് ഈക്വൽ ടു 1 to m. എന്താണ് വരുന്നത്? എ ജെ പ്ലസ് ബി കെ, എ ജെ പ്ലസ് ബി കെ കൈ ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെ ഓഫ് എക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത് ആണല്ലോ. ഇനി എക്സ് ബിലോങ്സ് ടു ഏതാണെന്ന്? ഇ ജെ ഡാഷും എഫ് കെ ഡാഷും ആയതുകൊണ്ട് എക്സ് റിമൈനിങ് ഒരു ഇ ജെയിലും എഫ് കെയിലും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇ ജെസിൻ്റെ എഫ് കെസിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ഇ ജെ ഡാഷ് ഇൻ്റർസെക്ഷൻ എഫ് കെ ഡാഷിലും മാത്രമേ എക്സ് ഉണ്ടായിരിക്കത്തുള്ളൂ. റിമൈനിങ് ഒരു ഇ ജെ ഡാഷിലും ഒരു ഇ ജെയിലും ഒരു എഫ് കെൻ്റെയും ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർസെക്ഷനിൽ ഒരിക്കലും എന്തുണ്ടായിരിക്കത്തില്ല? എക്സ് ഉണ്ടായിരിക്കത്തില്ല. അപ്പം ഞാൻ ഈ എഴുതിയിരിക്കുന്ന സമ്മേഷനിൽ എന്താണ്? ഫോർ ജെ നോട്ട് ഈക്വൽ ടു ജെ ഡാഷ് ആൻഡ് കെ നോട്ട് ഈക്വൽ ടു കെ ഡാഷിന് കൈ ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെ ഓഫ് എക്സ് വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ആൻഡ് 1 വരുന്നത് എവിടെ മാത്രമാണ്? 1 വരുന്നത് ജെ ഡാഷും കെ ഡാഷും വരുമ്പോൾ മാത്രമാണ്. അപ്പോൾ അവിടെ നമ്മൾക്ക് എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു എ ജെ ഡാഷ് പ്ലസ് ബി കെ ഡാഷ് എന്ന് കിട്ടി. ഓക്കെ, സോ ഇതുപോലെ എനിക്ക് ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും എന്ത് കിട്ടി? ഈ ഒരു സമ്മേഷൻ ഇതിന് ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ എന്താണ്? 5 പ്ലസ് സൈ എന്തിന് ഈക്വലായി? 5 പ്ലസ് സൈ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ജെ ഇസ് ഈക്വൽ ടു 1 to n, സമ്മേഷൻ ഓവർ കെ ഇസ് ഈക്വൽ ടു 1 to m, എ ജെ പ്ലസ് ബി കെ കൈ ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെ എന്ന് എഴുതാം. ഓക്കെ, ഇനി നോക്കുക. ഇനി ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ ഞാൻ ഇ ജെ അതായത് നമ്മൾക്ക് എന്തൊക്കെ വേണം? ഇത് സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഇതൊരു സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ ആവണമെങ്കിൽ നമ്മൾക്ക് എന്താണ്? ഈ ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കേസ് എല്ലാം എന്തായിരിക്കണം? നോൺ എംപ്റ്റി ആയിരിക്കണം, ഡിസ്ജോയിൻ്റ് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം അല്ലേ? ആൻഡ് അതുപോലെ തന്നെ എ ജെ പ്ലസ് ബി കേസ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റും ആയിരിക്കണം. പക്ഷെ നമ്മൾക്കിവിടെ ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെ എന്ന് പറയുന്നത് എല്ലാ കേസിലും നോൺ എംപ്റ്റി ആവണമെന്നില്ല അല്ലേ? ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെ എന്ന് പറയുന്നത് എല്ലാ കേസിലും നോൺ എംപ്റ്റി ആവണമെന്നില്ല. പക്ഷേ ഈ സെറ്റ്സ് എല്ലാം ഡിസ്ജോയിൻ്റ് ആണ്. അത് ഞാനിനി പ്രൂവ് ചെയ്യും. അപ്പോൾ ഈ സെറ്റ്സ് എല്ലാം ഡിസ്ജോയിൻ്റ് ആണ്, പക്ഷേ ഇതെപ്പോഴും നോൺ എംപ്റ്റി ആവണമെന്നില്ല. ആൻഡ് അതുപോലെ തന്നെ എ ജെ പ്ലസ് ബി കെ എന്ന് പറയുന്നത് എപ്പോഴും ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം 1ഉം 3ഉം ആയിരുന്നു വരുന്നതെങ്കിൽ 1 + 3 = 4 വരുന്നുണ്ട്. അതുപോലെ തന്നെ 3 + 1ഉം 4 വരുന്നുണ്ട്. നോക്കിക്കേ, അപ്പോൾ എ ജെ = 1ഉം ബി കെ = 3ഉം വരുന്നേരം 1 + 3 = 4 കിട്ടി. ഇനി എ ജെ = 3ഉം ബി കെ = 1ഉം വരുന്ന കേസിലും 4 കിട്ടുന്നുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നില്ല ഈ വാല്യൂസ്. എ ജെ പ്ലസ് ബി കേസ് എപ്പോഴും ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്ന രീതിയിലും നമ്മൾ ഈ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നോൺ എംപ്റ്റി ആവണമെന്നില്ല. അപ്പോൾ ആ നോൺ എംപ്റ്റി ആയിട്ടുള്ള സെറ്റ്സൊക്കെ വരുന്ന രീതിയിലാണ് നമ്മൾക്ക് എഴുതിയാൽ അതൊരു സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് 5 + i കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. ഇനി ഇവിടെ ഈ എഴുതിയിരിക്കുന്ന ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഈസ് ഓൾവേസ് ഡിസ്ജോയിൻ്റ്, അതായത് ഏത് രണ്ട് ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾക്ക് എന്തായിരിക്കും
എം ടി ആയിരിക്കും, ഇൻ്റർസെക്ഷൻ എം ടി ആയിരിക്കും. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെ ഇൻ്റർസെക്ഷൻ ഇ ജെ ഡാഷ് ഇൻ്റർസെക്ഷൻ എഫ് കെ ഡാഷ് കൺസിഡർ ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, മൊത്തത്തിൽ ഇൻ്റർസെക്ഷനല്ലേ വരുന്നത്, അപ്പോൾ പൊസിഷൻ മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ ഇ ജെ ഇൻ്റർസെക്ഷൻ ഇ ജെ ഡാഷ് ഇൻ്റർസെക്ഷൻ എഫ് കെ ഇൻ്റർസെക്ഷൻ എഫ് കെ ഡാഷ് എന്ന് എഴുതാം. ഇനി നമ്മൾക്കറിയാം ഇ ജെസ് ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് ഇ ജെ ഇൻ്റർസെക്ഷൻ ഇ ജെ ഡാഷ് എന്താണ്, എം ടി ആണ്. അതുപോലെ ഈ എഫ് കേസ് എല്ലാം ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് എഫ് കെ ഇൻ്റർസെക്ഷൻ എഫ് കെ ഡാഷും എന്താണ്, എം ടി ആണ്. അപ്പോൾ എം ടി സെറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷൻ എന്താണ്, വിച്ച് ഈസ് അഗെയിൻ എം ടി. സോ ദിസ് ഈസ് ഈക്വൽ ടു 5, എം ടി സെറ്റ് 5. അപ്പോൾ എന്താണ്, ഏത് രണ്ട് ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെ എടുത്തു കഴിഞ്ഞാലും അത് രണ്ടും ഇൻ്റർസെക്ഷൻ എം ടി ആയതുകൊണ്ട് ഈ ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കേസ് എല്ലാം ഡിസ്ജോയിൻ്റ് ആണെന്ന് കിട്ടി. ഇനി ഈ ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കേസിൻ്റെ യൂണിയൻ എടുക്കുക ഞാൻ. ഓക്കെ, യൂണിയൻ കൺസിഡർ ചെയ്തു. അപ്പോൾ എന്താണ് യൂണിയൻ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ എന്താണ്, കെയിലും വേരി ചെയ്യണം, ജെയിലും വേരി ചെയ്യണം. അപ്പോൾ യൂണിയൻ ഓവർ ജെ ഈസ് ഈക്വൽ ടു 1 to n, യൂണിയൻ ഓവർ കെ ഈസ് ഈക്വൽ ടു 1 to m. ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെ കൺസിഡർ ചെയ്തു. ദിസ് ഇസ് ഈക്വൽ ടു, ഞാൻ ഫസ്റ്റ് യൂണിയൻ കൺസിഡർ ചെയ്യുന്നു, വേരീസ് ഓവർ കെ ആണ്. അപ്പോൾ ഈ ജെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഇതിനെ എങ്ങനെ എഴുതാം, യൂണിയൻ ഓവർ ജെ ഈസ് ഈക്വൽ ടു 1 to n ഇ ജെ ഇൻ്റർസെക്ഷൻ യൂണിയൻ ഓവർ കെ ഈസ് ഈക്വൽ ടു 1 to m എഫ് കെ എന്ന് എഴുതാം അല്ലേ. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്, യൂണിയൻ ഓവർ കെ ഈക്വൽ ടു 1 to m എഫ് കെ എന്താണ്, എക്സ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു യൂണിയൻ ഓവർ ജെ ഈസ് ഈക്വൽ ടു 1 to n ഇ ജെ ഇൻ്റർസെക്ഷൻ എക്സ്. ഇനി ഇ ജെ സബ്സെറ്റ് ഓഫ് എക്സ് ആണല്ലോ, അപ്പോൾ ഇ ജെ ഇൻ്റർസെക്ഷൻ എക്സ് എന്താണ്, ഇ ജെ തന്നെ. സോ ദിസ് ഇസ് ഈക്വൽ ടു യൂണിയൻ ഓവർ ജെ ഈക്വൽ ടു 1 to n ഇ ജെ. ആൻഡ് യൂണിയൻ ഓവർ ജെ ഇ ജെ എന്താണ്, വിച്ച് ഇസ് എക്സ്. സോ നമ്മൾക്ക് എന്ത് കിട്ടി, ഈ ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കേസിൻ്റെ യൂണിയൻ കൺസിഡർ ചെയ്യുമ്പോൾ എക്സ് കിട്ടുന്നുണ്ട്. ആൻഡ് ദീസ് സെറ്റ്സ് ആർ ഡിസ്ജോയിൻ്റ് ഓൾസോ. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെ ഈ ഒരു സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കും എന്നതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് however this representation of phi plus psi as a linear combination of characteristic functions of the disjoint sets EJ intersection FK is not necessarily the standard representation for phi plus psi, since the values AJ plus BK may not be distinct. And let CH is equal to where h varies from 1 to p be the distinct numbers in the set AJ plus BK such that j equal to 1 to n, k equal to 1 to m. എന്താ ചെയ്യുന്നത്, നമ്മൾ എല്ലാ എ ജെ പ്ലസ് ബി കേസും ലിസ്റ്റ് ചെയ്തു. ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എ ജെ പ്ലസ് ബി കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിൽ, അതായത് ഇതിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസിനെ ലിസ്റ്റ് ചെയ്യുന്നു. ഈ കളക്ഷനിൽ എ ജെ പ്ലസ് ബി കേസിൻ്റെ കളക്ഷനിൽ നിന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ സി എച്ച് ആർ ദ ഡിസ്റ്റിങ്ക്റ്റ് നമ്പേഴ്സ് ഇൻ ദ കളക്ഷൻ എ ജെ പ്ലസ് ബി കെ where j varies from 1 to n and k varies from 1 to m. Okay, and let gh be the union of all those sets EJ intersection FK which is not equal to phi such that AJ plus BK equal to CH. ഇതിപ്പോൾ നോട്ട് ഈക്വൽ ടു phi എന്ന് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താണ് ഇത്തരത്തിൽ സി എച്ച് വാല്യൂ ഉണ്ടല്ലോ, എ ജെ പ്ലസ് ബി കെ ഈക്വൽ ടു സി എച്ച്. അപ്പോൾ എ ജെ പ്ലസ് ബി കെ ഈക്വൽ ടു സി എച്ച് വാല്യൂ വരുന്ന എല്ലാ ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെയുടെയും യൂണിയനാണ് ജി എച്ച്. ഇവിടെ നോട്ട് ചെയ്യുക, ഇ ജെ മെഷറബിൾ സെറ്റാണ്, എഫ് കെ മെഷറബിൾ സെറ്റാണ്. സോ ദെയർ ഇൻ്റർസെക്ഷൻ ഈസ് ഓൾസോ മെഷറബിൾ. ഇത്തരത്തിലുള്ള ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കേസിൻ്റെ യൂണിയനാണ് ജി എച്ച്. സോ ജി എച്ച് ഈസ് ഓൾസോ മെഷറബിൾ. ഓക്കെ, അപ്പോൾ ജി എച്ച് എന്താണ്, ജി എച്ച് ഈസ് ദ യൂണിയൻ ഓഫ് ഓൾ സെറ്റ്സ് ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെ സച്ച് ദാറ്റ് എ ജെ പ്ലസ് ബി കെ ഈക്വൽ ടു സി എച്ച്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ
മ്യൂ ഓഫ് ഇ എച്ച് എന്തായിരിക്കും, ജി എച്ച് എന്തായിരിക്കും? ഇവിടെ ജി എച്ച് എന്ന് പറയുന്നത് ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കേസിൻ്റെ യൂണിയനാണ്. ഈ ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കേസ് എല്ലാം എന്താണ്, ഡിസ്ജോയിൻ്റ് ആയിരുന്നല്ലോ അല്ലേ? സോ മ്യൂ ഓഫ് ജി എച്ച് എന്തായിരിക്കും? നമ്മൾക്കറിയാം കൗണ്ടബിളി അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് മെഷർ വെച്ചിട്ട് മ്യൂ ഓഫ് ജി എച്ച് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എച്ച്. ഈ എച്ച് എന്ന് പറഞ്ഞ് കൊടുക്കാൻ കാരണം ജെ പ്ലസ് കെ ഈക്വൽ ടു എച്ച്, ആ എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സമ്മേഷൻ എന്നേ ഉള്ളൂ. സമ്മേഷൻ വേരീസ് ഓവർ എച്ച് എന്ന മീനിങ്ങിലല്ല കൊടുത്തിരിക്കുന്നത്. സമ്മേഷൻ വേരി ചെയ്യുന്നത് ജെയിലും കെയിലും തന്നെയാണ്. ഓക്കെ, ഏതെല്ലാം ഇ ജെ എഫ് കേസ്, ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കേസിൻ്റെ യൂണിയൻ ആയിട്ടാണോ ജി എച്ച് വരുന്നത്, ആ ഇൻഡെക്സിലാണ് സമ്മേഷൻ വേരി ചെയ്യുന്നത്. ആൻഡ് ഈ ഇൻഡെക്സ് എച്ചിന് കറസ്പോണ്ടിങ് എടുക്കുന്ന സമ്മേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ബ്രാക്കറ്റിൽ എച്ച് കൊടുത്തിരിക്കുന്നത്. നോട്ട് ചെയ്യുക, സമ്മേഷൻ വേരീസ് ഓവർ എച്ച് എന്നല്ല എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ മ്യൂ ഓഫ് ജി എച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് mu of Ej intersection Fk, where the summation varies over all Hk for which Aj plus Bk equal to Ch. Clear? Now ഇനി നമ്മൾക്ക് നോക്കാം, ഇങ്ങനെ സി എച്ചും ജി എച്ചും എഴുതി കഴിഞ്ഞാൽ ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കേസിൻ്റെ യൂണിയനാണ് എന്ത് വരുന്നത്, എക്സ് വരുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ജി എച്ച് എസിൻ്റെ യൂണിയനും എന്തായിരിക്കും, എക്സ് ആയിരിക്കും. ഇനി ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കേസ് എല്ലാം ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും, ജി എച്ച് എസ് എല്ലാം ഡിസ്ജോയിൻ്റ് ആണെന്നും പറയാൻ പറ്റും. അപ്പോൾ ഞാൻ 5 പ്ലസ് ഐ എസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എച്ച് എസ് ഈക്വൽ ടു 1 to p സി എച്ച് കൈ ജി എച്ച് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതെന്തായി തീരും, സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് 5 പ്ലസ് ഐ ആയിരിക്കും. ക്ലിയർ? സോ ഇൻ്റഗ്രൽ ഓഫ് 5 പ്ലസ് സൈ ഡി മ്യൂ എന്തിന് ഈക്വലായി, സമ്മേഷൻ ഓവർ എച്ച് എസ് ഈക്വൽ ടു 1 to p സി എച്ച് മ്യൂ ഓഫ് ജി എച്ചിന് ഈക്വലായി. ഇനി മ്യൂ ഓഫ് ജി എച്ച് നമ്മൾ ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും, സമ്മേഷൻ ഓവർ എച്ച് എസ് ഈക്വൽ ടു 1 to p സി എച്ച് ടൈംസ് സമ്മേഷൻ മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെ എന്ന് വരും. ക്ലിയർ? ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എച്ച് ഇസ് ഈക്വൽ ടു 1 to p സമ്മേഷൻ സി എച്ച്. സി എച്ചിനെ ഞാൻ ഇൻസൈഡ് എടുക്കുന്ന സമ്മേഷൻ്റെ, കാരണം ആ സി എച്ച് വാല്യൂ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സി എച്ച് മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെ വരും. ഈ സമ്മേഷൻ എവിടെയാണ് വേരി ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആൻഡ് സി എച്ച് എന്താണ് വരുന്നത്, ഈ ജെ കേസിന് കറസ്പോണ്ടിങ് സി എച്ചിൻ്റെ വാല്യൂസ് എല്ലാം സെയിം ആണ് അല്ലേ? അപ്പോൾ അതെന്തായിരുന്നു, എ ജെ പ്ലസ് ബി കെ ആയിരുന്നു. സോ നമ്മൾക്ക് ഈ എഴുതിയിരിക്കുന്ന സ്റ്റെപ്പ് എങ്ങനെ എഴുതാം, സമ്മേഷൻ ഓവർ എച്ച് ഇസ് ഈക്വൽ ടു 1 to p സമ്മേഷൻ എ ജെ പ്ലസ് ബി കെ മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെ എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ഇനി സമ്മേഷൻ മൊത്തത്തിൽ അങ്ങ് ചേഞ്ച് ചെയ്താൽ സമ്മേഷൻ ഓവർ സമ്മേഷൻ ഓവർ എച്ച് ഇസ് ഈക്വൽ ടു 1 to p സമ്മേഷൻ ഓവർ എച്ച്. ഈ സമ്മേഷൻ ഓവർ എച്ച് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് സി എച്ച് വാല്യൂസ് തരുന്ന ജെ കേസിലാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ ഇൻ ടോട്ടൽ ഇതെന്തായിരിക്കും, സമ്മേഷൻ ഓവർ ജെ ഇസ് ഈക്വൽ ടു 1 to n സമ്മേഷൻ ഓവർ കെ ഇസ് ഈക്വൽ ടു 1 to m എ ജെ പ്ലസ് ബി കെ മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെ എന്ന് വന്നു. ക്ലിയർ? ഇനി ഞാൻ എന്തെന്ന് വെച്ചാൽ ഈ എ ജെ പ്ലസ് ബി കെ ഇൻറ്റു മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെനെ എ ജെ ടൈംസ് എ ജെ ടൈംസ് മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെ പ്ലസ് ബി കെ ടൈംസ് മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെ എന്ന് എഴുതുന്നു. എന്നിട്ട് സമ്മേഷൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും, സമ്മേഷൻ ജെ ഇസ് ഈക്വൽ ടു 1 to n സമ്മേഷൻ കെ ഇസ് ഈക്വൽ ടു 1 to m എ ജെ ടൈംസ് മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെ പ്ലസ് സമ്മേഷൻ ജെ ഇസ് ഈക്വൽ ടു 1 to n സമ്മേഷൻ കെ ഇസ് ഈക്വൽ ടു 1 to m ബി കെ മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെ എന്ന് വരും. ഓക്കെ, ആൻഡ് നോട്ട് ദാറ്റ് മ്യൂ ഓഫ് ഇ ജെ ഇതിനെ നമ്മൾക്ക് എങ്ങനെ എഴുതാം, മ്യൂ ഓഫ് ഇ ജെ, ഇ ജെനെ ഇ ജെ ഇൻ്റർസെക്ഷൻ കെ എന്ന് എക്സ് എന്ന് എഴുതാം.
സോ ദിസ് ഇസ് ഈക്വൽ ടു മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ എക്സ്. എക്സിന് പകരം എന്ത് കൊടുക്കുക? സമ്മേഷൻ യൂണിയൻ ഓവർ കെ ഈക്വൽ ടു 1 to m എഫ് കെ എന്ന് കൊടുക്കുക. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ യൂണിയൻ ഓവർ കെ ഇസ് ഈക്വൽ ടു 1 to m എഫ് കെ. ഇനി ഇതിനെ ഈ എഴുതിയിരിക്കുന്നതിന് എങ്ങനെ എഴുതാം? യൂണിയൻ ഓവർ കെ ഈക്വൽ ടു 1 to m ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെ എന്ന് എഴുതാം. സോ മ്യൂ ഓഫ് ദിസ് ഇസ് ഈക്വൽ ടു മ്യൂ ഓഫ് യൂണിയൻ ഓവർ കെ ഈക്വൽ ടു 1 to m ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെ. ഓക്കെ, ഇനി ഇതിൽ നോക്കുക, ഇവിടെ ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കേസ് എല്ലാം ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കേസും എന്താണ്? ഡിസ്ജോയിൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് പറയാം? ബൈ ദ പ്രോപ്പർട്ടി ഓഫ് കൗണ്ടബിൾ അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് മെഷർ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to m മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെ എന്ന് വന്നു. അതായത് ഈ സമ്മേഷൻ എന്തിന് ഈക്വൽ ആണെന്ന് കിട്ടി? മ്യൂ ഓഫ് ഇ ജെക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. ഇതുപോലെ തന്നെ മ്യൂ ഓഫ് എഫ് കെ ഈക്വൽ ടു സമ്മേഷൻ ഓവർ ജെ ഈക്വൽ ടു 1 to n മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെയുമായിരിക്കും. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത് രണ്ടും നമ്മൾ ലാസ്റ്റ് എഴുതി സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? ദ ഇൻ്റഗ്രൽ ഓഫ് 5 plus psi d mu ഈക്വൽ ടു സമ്മേഷൻ ഓവർ ജെ ഈക്വൽ ടു 1 to n എ ജെ മ്യൂ ഓഫ് ഇ ജെ എന്ന് വരും. എന്താണ് ഇവിടെ ചെയ്യുന്നത്? നമ്മൾ നോക്കിക്കേ, ഈ സമ്മേഷൻ എ ജെനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എ ജെ ഔട്ട്സൈഡ് എടുത്ത് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? സമ്മേഷൻ കെ ഈക്വൽ ടു 1 to m മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെ വരും. അത് എന്തിന് ഈക്വലാണ്? മ്യൂ ഓഫ് ഇ ജെക്ക്. ഇതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക? ഈ സമ്മേഷൻ രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to m ദെൻ സമ്മേഷൻ ഓവർ ജെ ഈക്വൽ ടു 1 to n വരും. അതായത് ഇവിടെ കെ എന്നും ഇവിടെ ജെ എന്നും വരും. ഇനി ബി കെയിലാണ് വേരി ചെയ്യുന്നത്, ജെനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ നമ്മൾക്ക് ബി കെ ഔട്ട്സൈഡ് എഴുതാം. അപ്പോൾ എന്ത് വരും? സമ്മേഷൻ ഓവർ ജെ ഈക്വൽ ടു 1 to m മ്യൂ ഓഫ് ഇ ജെ ഇൻ്റർസെക്ഷൻ എഫ് കെ എന്ന് വരും. അതെന്തിന് ഈക്വലാണ്? മ്യൂ ഓഫ് എഫ് കെക്ക്. സോ അങ്ങനെ റീറൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? സമ്മേഷൻ ഓവർ ജെ ഈക്വൽ ടു 1 to n എ ജെ മ്യൂ ഓഫ് ഇ ജെ പ്ലസ് സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to m ബി കെ മ്യൂ ഓഫ് എഫ് കെ എന്ന് വരും. ഇത് രണ്ടും എന്താണ്? ദീസ് ടു ആർ ഈക്വൽ ടു ഇൻ്റഗ്രൽ 5 d mu പ്ലസ് ഇൻ്റഗ്രൽ psi d mu. ഇതായിരുന്നു നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ അതും നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.